ഹായ്, ജോസിയൻ ഗ്രീൻബോക്സ് സ്വാഗതം. നമ്മുടെ തേനീച്ചക്കൂട്ടിനെ ജനുവരി മാസത്തിൽ പിരിക്കുകയാണ്. ഈ കൂട്ടിൽ 13 റാട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് പിരിക്കുന്നത്. ഇത് കരിഞ്ഞോടീനാണ്. കുറേ റാണിമുട്ടകളുണ്ട്. അതിനെ നമ്മൾ കണ്ടിച്ചെടുക്കാൻ വേണ്ടി വേറെ കൂട്ടിലേക്ക് കൊടുക്കാൻ പോവാണ്. കണ്ടോ മുട്ടകൾ, ഇതെല്ലാം റാണിമുട്ടകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. വിരിയാറായ റാണിമുട്ടകളാണ്. നമ്മളൊക്കെ അത് കണ്ടിച്ചെടുക്കുന്നു. ഇങ്ങനെ കയറ്റി കാണിക്കണം, ഇങ്ങനെ ഡാമേജ് ഉണ്ടാകാതിരിക്കത്തുള്ളൂ. സെല്ലിന് ഡാമേജ് ഉണ്ടാകാതിരിക്കും. ഇങ്ങനെ കയറ്റി കാണിച്ചാൽ മാത്രമേ നമുക്ക് നല്ല അടകൾ കിട്ടും. മാറ്റിക്കും. 2 3 എടുത്തോ. 3 നമ്മളീ കൂടെ ഒരാഴ്ച മുമ്പ് പിരിച്ചാണ്. ഇവന്തും നമ്മൾ റാണിയേൻ 2 അടി എടുക്കാൻ പോവാണ്. നല്ല അടയാണ്. നമ്മൾ ഇതിനെടുക്കുകയാണ്. റാണിയെ നോക്കണം. വെക്കട്ടെ വെക്കട്ടെ. എന്നാ നോക്കണേ, ഇല്ല ഉണ്ടോ? കാണും. കരിഞ്ഞോണ്ടി റാണിയെ കാണാതെ കണ്ടു. ഇവനാണ് കരിഞ്ഞോടി റാണി. നമ്മൾ ഈ റാണിയും 2 അടയും കൂട്ടി നമ്മൾ ദൂരോട്ട് വെക്കുന്നു. ഇവിടെ നമ്മൾ പുതിയ റാണിമുട്ട കൊടുക്കുന്നു. അപ്പോൾ അത് വിരിഞ്ഞോളും. അങ്ങനെ അങ്ങോട്ടല്ല, ആ സൈഡിലോട്ടില്ല വെക്കേണ്ടത്, അങ്ങോട്ട് സൈഡിലോട്ടില്ല ആക്കേണ്ടത്. നമ്മൾ ഈ സൈഡിലേക്ക് വെക്കുന്നു. കേട്ടെ, എപ്പോഴും ഇടത്തു നിന്ന് വലത്തോട്ടായിരിക്കണം പുറകിൽ വെക്കുമ്പോൾ. എന്തോ അങ്ങനെ നമ്മൾ എന്നിട്ട് നമ്മൾ അടയോടെ കൊടുക്കുന്നു. അല്ല, നമ്മുടെ റാണിമുട്ടയോടെ കൊടുക്കുന്നു. എടുക്കട്ടെ. കൊടുത്തപ്പോഴേ ഇങ്ങോട്ട് നമ്മൾ വെക്കുന്നു, ഈ സ്പേസിലേക്ക്. പോരെ? പറഞ്ഞു. പിന്നെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഇത് വേണം കേട്ടോ, പുതിയ ഏരിയയിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഏച്ചിയും കൂട്ടറി പുതിയ സ്ഥലത്തേക്ക് കൊണ്ട് നമ്മളെ കൊണ്ടുപോവാണ്. 1.5 കിലോമീറ്റർ അകലം. നമ്മൾ ഒരെണ്ണം വെച്ചു. നമ്മൾ ഒരെണ്ണം കൂടെ നമ്മൾ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോവാണ്. കമ്പും പള്ളയൊക്കെയാണെങ്കിൽ കടിച്ചതാണ്. കരയിലും വെക്കണം അവിടെ. പറഞ്ഞു. നമ്മളിത് സ്റ്റാൻഡ് വെച്ചു. ഇനി ഇത് ഒന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മൾ കെട്ടി വെക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം തന്നെ, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഫീഡിങ് കൊടുക്കണം. പുതിയ സ്ഥലത്തേക്ക് ഒന്നല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യുക. കൂടുതൽ ഞാൻ തേനീച്ച ഉള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി.